ഇന്നേ മറ്റേ ഇവിടെ പ്രശ്നം നടക്കണ്ടല്ലോ, സ്കൂളിലൊരു കുട്ടി സ്കൂളിൽ കയറാത്ത. നിങ്ങൾക്ക് കഥ കേൾക്കണം. ഒരു സ്കൂളിൽ നിന്ന് പുറത്താക്കിയ വിഷമം എത്രത്തോളം. എൻ്റെ നാട്ടിലൊരു അയമുട്ടിയാശി പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. എൻ്റെ നാട്ടിലത്തെ ഒരു ഭയങ്കര കാരണവരാണ്. പിന്നെ +2 എനിക്ക് പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാൻ +2 പോയത്. അങ്ങനെ ഞാൻ +2 എന്ത് ചെയ്താൽ മറ്റേ പണ്ട് പോപ്പിക്കോട ഉണ്ടല്ലോ, പോപ്പിക്കോട, അതിനൊരു പരസ്യം കണ്ടിരിക്കണം. റോട്ടുമ്പോൾ ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്ന കുട പിടിയാണ്ട് അതിന് ഞാൻ കെട്ടി തൂക്കിയാണ്ട് ഞാൻ എഴുതി വെച്ച്. ടീച്ചർ വെറുതെ തമാശ കാട്ടിയാണ്. ടീച്ചർ കാരണമാണ് ഞാൻ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. വെറുതെ തമാശക്ക് എഴുതി വെച്ച്. പിന്നെ സാറുമാർ അവിടെ നിന്ന് പുറത്താക്കി. ഒരു മാസം ഞാൻ പുറത്തു നിന്ന്. ഞാൻ ദുനിയാവിലുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചു നോക്കി അതിൻ്റെ ഉള്ളിൽ കയറി. അത് പ്രൈവറ്റ് കോളേജാണ് കാക്ക. പഠിക്കാനുള്ള ആഗ്രഹം കൊണ്ട് ലാസ്റ്റ് അയമുട്ട്യാശം പൊന്മുണ്ടത്തുണ്ട് AC അയമുട്ടാക്കാന്ന് പറഞ്ഞൊരാൾ. അന്ന് മരിച്ചിട്ട് ഇയാൾ അള്ളാഹു കബറിശാലായി കൊടുക്കണം. അപ്പോൾ മരിച്ചു. മൂപ്പരും കൂടി ഇടപെട്ടിട്ട് എന്ത് ചെയ്ത് തരാം, ഇന്നെ സ്കൂളിൽ കയറ്റി, ക്ലാസ് കയറ്റി. പക്ഷേ ആ ക്ലാസ്സിൽ കയറിയപ്പോഴും എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഭയങ്കര വിഷമമായിരുന്നു. ഭയങ്കര വിഷമം എൻ്റെ ഉള്ളിൽ. കാരണം ഈ ടീച്ചർമാർ ഈ മാഷന്മാരെയുള്ള കാണാനുള്ളതെന്ന്. അപ്പോൾ ഇന്നോട് ടീച്ചർമാരോടും മാഷന്മാരോടും എന്താ പറയാനുള്ളതെന്നറിയാം, അങ്ങനത്തെ ഒരു വിവാദം ചെറിയ മക്കൾ ചെയ്യുന്ന തെറ്റുകളുണ്ടല്ല, അതിന് എന്താക്കാം ആ ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. തമാശയും കാര്യവും മറ്റുള്ളതൊക്കെ ഉണ്ടാവും. അതേമാതിരിക്ക് മതപരമായിട്ടുള്ള വിഷയങ്ങളിലൊക്കെ എന്താ പറയുക, ടീച്ചർമാർ പക്വമായ നിലപാടെടുക്കണം. അപ്പോൾ ഇന്നൊക്കെ പഠിപ്പിച്ച ഞാൻ അതിൻ്റെ ദിവസം സിവിൽ പഠിക്കാൻ പോയി കാക്ക. സിവിൽ പഠിക്കാൻ പോയപ്പോൾ എന്നെ 3 ടീച്ചർമാർ പഠിപ്പിച്ച്. മാഷാ അല്ലാഹ്, എൻ്റെ ജീവിതത്തിൽ ആയിട്ട് മറക്കൂല. ഞാൻ എൻ്റെ കുടിയിരിക്കലിന് വരെ ആയിരിക്കും മുനീറ ടീച്ചർ, ഒന്ന് മനുസാറ്, ഒന്ന് നിഷ ടീച്ചർ. ടീച്ചർമാരെ മറക്കാത്ത. അതേപോലെ തന്നെ എൻ്റെ +2 അധ്യാപനം എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. എന്നും എനിക്ക് വോയിസ് അയക്കും. അങ്ങനെയാണ് മാസം എനിക്ക് വോയിസ് ചെയ്യാതിരിക്കൂല. പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടമായി. ആ ഒരു കുരുത്തക്കേട് ടീച്ചർമാർക്ക് വിഷമമായി എന്നുള്ളതാണ്. പക്ഷെ മറ്റെന്താണ്, നമ്മളെ മക്കളാണെന്നുള്ള ലെവൽക്ക് എന്താണ് നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കണം ചില കാര്യങ്ങൾ. എന്താക്കാം, അല്ലാതെ നമ്മൾ കഞ്ചാവ് അടിച്ചിട്ടും അല്ലെങ്കിൽ ലഹരി ഏറ്റവും അല്ല പോണത്. അതൊക്കെ നമുക്ക് ആക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യാം, എന്തെങ്കിലും വിട്ടുവീഴ്ച ചെയ്തവർക്കായിരിക്കാം. പക്ഷേ ചെറിയ മക്കൾ ചെയ്യണ തെറ്റിനിതാ വിവരം വിദ്യാഭ്യാസമുള്ള ആളുകൾ, അതായത് മറ്റോടത്തൊന്നും പറഞ്ഞതല്ല. നമ്മൾ പ്രിൻസിപ്പാളാണെങ്കിൽ പ്രിൻസിപ്പാൾക്ക് ഒരു അടിയുറച്ച തീരുമാനം എടുക്കാനുള്ള കഴിവ് വേണം. അടിയുറച്ച തീരുമാനം മറ്റേ തൊട്ടെടുത്തുന്നാണ്ട് മറ്റുള്ളവർ പറയുമ്പോൾ അതൊരു അയ്യത്തരാണെന്ന് എനിക്ക് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം അങ്ങനെ കേട്ടാ. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും വളരട്ടെ, നല്ല മക്കളായിട്ട് എല്ലാവരും വളരണം. അത് ഭയങ്കര സ്വപ്നമാണ് ഏതൊരു ഉമ്മ. എൻ്റെ ഉമ്മക്കൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കുട്ടി പഠിച്ചിട്ട് ജോലി നേടിയിട്ട് വേണം. ഞാൻ പഠിച്ച് കഷ്ടപ്പെട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് പഠിച്ച് ഫസ്റ്റ് ഞാൻ ഇപ്പോഴത്താണ് ആ വീട്ടിൽ കയറുന്നത്. 6-7 കൊല്ലമായിട്ട് ഞാൻ ആ വീട്ടിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ഞാൻ കുറ്റിയടിക്കാൻ പോയ വീട്ടിൽ, ഇവിടെ വൈരങ്കോട് ഒരു വീട്ടിൽ പോയിട്ട് ഞാൻ ആ കുറ്റിയടിച്ച് കളൊക്കെ കീറി അയക്കാണ്ട് ഇറങ്ങാൻ നേരത്തെ ഒരു താത്താറിന് കാലിട്ട് സുഖമില്ലാത്ത കാരണം എൻ്റെ അമ്മക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു ഇതൊരു പഠിച്ചിട്ട് ഒരു എൻജിനീയർ ആവണം, ഒരു ജോലിക്കാരനാവണം എന്നുള്ളത്. അത് ഉമ്മാക്ക് കാണാൻ പറ്റില്ലായിരുന്നു. അന്ന് കല്ലിടലിൻ്റെ അന്ന് ഞാൻ അങ്ങോട്ട് പോകുന്നതാണ്. പിന്നെ ഇപ്പോഴത്തെ ഞാൻ ആട് കയറിയത് അത് കാണുമ്പോൾ തന്നെ ആ സംഭവം ഓർമ്മ വരും. അപ്പോൾ എന്താ പറയുക, ഓരോരോ മക്കളെ പറ്റിയിട്ടും വാപ്പാർക്ക് പ്രതീക്ഷ ഉണ്ടാവും. ആ പ്രതീക്ഷ തല്ലിക്കെടുത്തിയാൽ ഇതാണ് ദുനിയാവ്. നിങ്ങൾ നീരുന്ന് ആരും അധ്യാപകരോട് പ്രത്യേകിച്ച് പറയാം. എന്താക്കാം, അധ്യാപകർ പിന്നെ ഒരിക്കലും വിജയിക്കും നിങ്ങളെ ഒരു പ്രതീക്ഷയുമാണ് കേട്ടോ മക്കളെ. ഞാൻ അടക്കമാണെങ്കിലും ഏത് അധ്യാപകരാണെങ്കിലും എന്ത് ചെയ്യുക, മക്കളെ കഷ്ടപ്പെടുത്തിയ മക്കളൊരു പഠിത്തം, അവൻ്റെ പഠിത്തം, ആ കുട്ടീൻ്റെ പഠിത്തം മുടങ്ങണം എന്ന് നമ്മളെ മെമ്മറിയിൽ വന്നോ, നിങ്ങൾ നന്നാവുന്നു. അതേപോലെ നമ്മൾ രക്ഷിതാക്കളെ നമ്മൾ കഷ്ടപ്പെടുത്തണമെന്ന് മക്കളെ മനസ്സിൽ വന്നോ, പിന്നെ ആ മക്കൾ നന്നാവുന്നുള്ള പ്രതീക്ഷ ഒരു കാലത്തും നിങ്ങൾക്ക് വേണ്ട കേട്ടോ. നിങ്ങൾ പിന്നെ അധ്യാപകർ എന്ത് വലിയ വിദ്യാഭ്യാസം നേടിയ അധ്യാപകരായിക്കോട്ടെ, ഒരു കുട്ടീൻ്റെ വിദ്യാഭ്യാസം മുടക്കണം എന്ന് മനസ്സിൻ്റെ ഉള്ളിൽ വന്നാൽ പിന്നെ അള്ളങ്ങളെ, ദൈവങ്ങളെ അല്ലെങ്കിൽ യേശുങ്ങളെ ഏതായാലും അവർ നിങ്ങളെ സഹായിക്കൂല. കാരണം എന്താ പറയുക, ഒരു കുട്ടീൻ്റെ വിദ്യാഭ്യാസത്തിന് അത്ര വില ഉണ്ട്. ഓക്കെ, കാരണം എന്താ പറയുക, അത് അങ്ങനെയാണ്. നിങ്ങൾ വായിക്കണം എന്ന്, നിങ്ങൾ വായിക്കുക. അപ്പോൾ എന്ത് ചെയ്യുക, വായിക്കുക, വളരുക. ഓക്കെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്നാണ് ആര് പറഞ്ഞത്? കാക്ക ആരാ പറഞ്ഞത്? ശ്രീനാരായണ ഗുരു പറഞ്ഞു. എനിക്കറിയായിട്ടില്ല, കാക്കനോട് ചോദിച്ചാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നല്ല മട്ടത്തിൽ ജീവിച്ച് നല്ല മട്ടത്തിൽ എല്ലാവരും മരിക്കുക. അപ്പോൾ എന്ത് സന്തോഷം ഉണ്ടാവും നമുക്ക്.